സർ, ശബരിമല കൊള്ള വിഷയമാണല്ലോ ഇപ്പൊ വിവാദമായിട്ട് നിൽക്കുന്നത്. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്നുള്ളത് മാത്രമാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കിട്ടിയ വിവരം അനുസരിച്ചിട്ട് പത്മകുമാർ പണി കൊടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മൊഴി നൽകിയതിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെ മന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ SIT കടകംപള്ളിക്ക് നോട്ടീസ് കൊടുക്കും ഹാജരാകാൻ വേണ്ടിയിട്ട്, ചോദ്യം ചെയ്യണം ഹാജരാകാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ ഗോവിന്ദ മാഷ് പറയുന്നു, നിങ്ങൾ ആരെ വേണോ പിടിച്ച് ചോദ്യം ചെയ്തു, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഇതൊന്നും നമ്മുടെ വകയിൽ വരുന്നതേ അല്ല എന്നുള്ളതാണ്. പക്ഷെ ഈ അറസ്റ്റിലായിട്ടുള്ള എല്ലാവർക്കും CPM ബന്ധമുണ്ട് താനും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊരു ആരോപണം വന്നാലും മൂപ്പറുടെ പേരുണ്ടാവും. വളരെ ഭാഗ്യം ചെയ്തൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയേണ്ടി വരും. അപ്പോൾ കാരണം എല്ലാത്തിലും പേര് വരുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത അറസ്റ്റ് കടകംപള്ളിയുടേതായിരിക്കുമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങോട്ട് പോകും? അറസ്റ്റ് എങ്ങോട്ടായിരിക്കും? അത് കഴിഞ്ഞിട്ട് അറസ്റ്റ് അടുത്ത കടകംപള്ളി പറയുന്ന അടുത്ത് പോകും, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊള്ള എവിടെ നിന്ന് അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകും. ചിലപ്പം കടകംപള്ളി വേറെയുള്ള ഓപ്പറേഷനേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറയാൻ അങ്ങ് നിൽക്കും. അപ്പോൾ അതാണ് അതിന് പറയാം. ഏതായാലും ഇപ്പം അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനെപ്പറ്റി അന്വേഷണം നമുക്ക് നടത്തണ്ട. അന്വേഷണത്തിനകത്ത് നമുക്ക് കിട്ടിയ വിവരങ്ങളെ പറ്റി പറയാം. ഇതിനകത്ത് ഇതുവരെ ഉള്ളതെല്ലാം കൂലിക്കാരായിരുന്നു. ഓപ്പറേറ്ററെ ആണ് പിടിച്ചേക്കുന്നതെന്നാണ് ഇപ്പം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യമേ പറയാറില്ലേ, നമ്മളെല്ലാം തൊഴിലാളിയാണ്. ഉണ്ണികൃഷ്ണൻ പേറ്റ് തൊഴിലാളി, മൂരിബാബു തൊഴിലാളി ഒക്കെ ഉണ്ട്. ഇനി 2-3 പ്രഗത്ഭരുണ്ട് കേട്ടോ. 1-2 പേരുണ്ട്, ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പമ്മി ഇരിക്കുന്നുണ്ട്. ഒന്ന് തന്ത്രിയും ഒന്ന് മറ്റേ മേൽശാന്തിയും. ഇവർക്ക് ഇതിനകത്തുണ്ടായിരുന്ന റോള് എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു ഇദ്ദേഹം. ഹരിവരാസനം ഞങ്ങളുടെ അമ്മൂമ്മ എഴുതിയത്. പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ വീണിയാവുമായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ യോഗദണ്ഡ് അത് പുള്ളിയുടെ മോൻ കൊണ്ടുപോയിട്ട് പണിഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം നിലവറ തുറന്നപ്പോൾ കിട്ടി. കാരണം പുള്ളിയുടെ പഴയ എട്ടുകെട്ടാ, പഴയ നല്ല നായർ കുടുംബമാണ് മാറുമുളയിലെ. എട്ടുകെട്ടും സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ ഈ നിലവറകളാണ്. നിലവറകളിൽ കയറി ഈ പറയുന്ന SIT ഇതുവരെ ഉള്ളവരെ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം നോക്കുമ്പോൾ, അല്ലെങ്കിൽ അന്വേഷിച്ചവരെയും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തവരുടെയൊക്കെ മൊഴിയൊക്കെ എടുത്തിട്ടുള്ള ആരുടെയും വീട്ടിൽ കയറി പരിശോധിച്ചില്ല. നിങ്ങൾ നോക്കിയായിരുന്നു? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി പരിശോധിച്ചു. വീട്ടിൽ കയറി പരിശോധിക്കണമെങ്കിൽ അവശിഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനും റെക്കോർഡുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ള ആള്, അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വീട് എന്നുള്ള രീതിയിലാണ്. ഒരുപക്ഷെ സ്വർണം പോലും ഈ പറയുന്ന ബാക്കി വരുന്നതോ മിച്ചം വരുന്നതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചാൽ ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഉന്നതർക്കും ഒക്കെ കയറി ചെല്ലാൻ പറ്റും. ഇവിടെ ആവുമ്പോൾ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റത്തില്ല. പണ്ടൊരു സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയുന്നുണ്ട്, നിനക്കിവരെ കിട്ടത്തില്ല, ഞാൻ ഇയാളെ പൊക്കിയത് ഒരു കേന്ദ്രമന്ത്രി പുങ്കൻ്റെ കട്ടിലിൻ്റെ കീഴിൽ നിന്നാന്ന് പറഞ്ഞ പോലെ. പപ്പൻ്റെ വീട്ടിലൊക്കെ 10 കൊല്ലം പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് സാധാരണക്കാരനായിട്ടുള്ളൊരു പോലീസ്, സാധാരണക്കാരനല്ല അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ റേഞ്ചിലിരിക്കുന്ന പോലീസുകാർക്കൊന്നും കയറി ചെല്ലാനൊന്നും പറ്റുന്ന ഒരവസ്ഥയില്ല. അതിനൊക്കെ ഒത്തിരി വട്ടം ആലോചിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളിടത്തല്ലേ നമ്മൾ ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സുരക്ഷിതത്വമുള്ളത്. അതുകൊണ്ടാണല്ലോ പപ്പൻ്റെ നിലവറയിലോട്ട് SIT കയറിയത്. ഇവരെ ആരെന്താ വാസുവിൻ്റെ കയറാഞ്ഞ്, മൂരിബാബുവിൻ്റെ കയറാഞ്ഞ്, ഉണ്ണിയേട്ട പോറ്റിയുടെ കയറാഞ്ഞ് എന്താ? അപ്പോൾ ഇതിനകത്ത് ഇതൊരു വലിയ കൊള്ളയാ. അത് കോടതിക്കറിയാം. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്, താണ്ടെ തന്ത്രിയുടെ പേരൊന്ന് എഴുതിക്കോണേ, മേൽശാന്തിയുടെ പേര് എഴുതി വെച്ചോണേ, മൂരിയുടെ പേര്, മൂരിബാബുവിൻ്റെ പേര് എഴുതണേ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് എഴുതണേ, പിന്നെ പപ്പൻ്റെയും വാസുവിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ അവരുടെ പേര് എഴുതിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് തന്നാട്ടെ. കാരണം അല്ലെങ്കിൽ ഇതിനകത്തൊന്ന് പേര് വിട്ടുപോയി. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചില പേരുകൾ വിട്ടുപോകും. കോടതി നോട്ട് ചെയ്ത് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഓരോന്നോരോന്ന്. അത് കോടതിയെ ചെയ്തതിൻ്റെ. പിന്നെ കോടതി ഇടയ്ക്ക് വെച്ച് ഇങ്ങനത്തെ ചില വകുപ്പുകൾ ചേർക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു. കോടതി പറഞ്ഞ് ഇന്ന വകുപ്പ് കൂടെ ചേർത്താട്ട്, ഈ അഴിമതി നിരോധന അല്ലെങ്കിൽ ആ വകുപ്പ് ചേർത്താട്ട് കോടതിയെ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന വകുപ്പ് ചേർത്താട്ട് പറഞ്ഞുതരാം ചേർത്താട്ട്. അതുപോലെ പിന്നെ കോടതി ഓർമ്മിപ്പിച്ചത് ഓർമ്മയുണ്ടോ? കണ്ട മറ്റേ അവന്റെ പേര് സുഭാഷ് കപൂറേ, അവൻ ഈ കടൽ കടത്തുന്ന വലിയ കൊള്ളക്കാരൻ. അതുപോലെ ആരെങ്കിലും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് വാതിൽപ്പടി ഒന്ന് പരിശോധിക്കണേ, അത് നമ്മൾ പഴയതാണോ പുതിയതാണോ എന്നറിയാം. അപ്പം എത്ര കൃത്യമായിട്ട്. അപ്പോൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വെച്ചതോ DGP ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ ഉപദ്രവിച്ചിട്ടുള്ള DGP
ഇയാൾ ഇവിടുന്ന് അങ്ങ് വിട്ടുപോകാൻ. ഈ ഉപദ്രവം കൊണ്ട് അയാളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട്, ഒരുപക്ഷെ സത്യസന്ധമായിട്ട് ജോലി ചെയ്തുകൊണ്ട് അയാൾ ഇവിടുന്ന് കേന്ദ്രത്തിലേക്ക് പോകാൻ വേണ്ടി ഇരുന്ന അയാൾക്ക് കേന്ദ്രത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കൊടുക്കുന്നില്ലായിരുന്നു. DGP ആയിട്ട് പരിഗണിച്ചുള്ള മനുഷ്യനെ അയാളെ പിന്നെ ഇവർ പരിഗണിക്കത്തില്ല 4 പേര് വരുന്നതിനകത്ത്. അങ്ങനെ ഉപദ്രവിച്ചവരത്തിനെ തന്നെ കോടതി പറഞ്ഞു ഇയാൾ ഇരിക്കട്ടെ അന്വേഷിക്കാൻ കേട്ടോ. അപ്പോൾ അറിയാം ഗവൺമെൻറ് സ്വാധീനിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന താമസം വന്നപ്പോൾ നമ്മൾ ആശങ്ക രേഖപ്പെടുത്തി ഇത് മോദിബാബുവിൻ്റെ അടുത്ത് നിൽക്കാനും ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത് നിൽക്കാനും അല്ല. അവർ വളരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ചെന്നാലും രക്ഷപ്പെട്ടു പോകരുത്. അപ്പോൾ തെളിവുകൾ ശേഖരിച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തെ പിടിച്ചു വെച്ചതിന് ശേഷം വീണ്ടും തെളിവുകൾ ശേഖരിക്കുന്നു. അപ്പം ഇതിനകത്ത് അയാളും ഒരു ആണി അടിച്ചിട്ടുണ്ട്. ഇല്ല പണ്ട് പാണ്ഡ്യാമണിയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യാമണീൻ്റെ കൂട്ട് പണ്ട് പാണ്ഡ്യാമണി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. പാണ്ഡ്യാമണീൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിവനെ കൊണ്ടങ്ങ് ശല്യമാണ്. കാരണം ഇവൻ ഉപദ്രവം കൊണ്ട് പറ്റത്തില്ല, എല്ലാവരെയും ഉപദ്രവം. അപ്പം ഇതെല്ലാം ഉപദ്രവമൊക്കെ ഇയാൾ പ്രായമായ സമയമായപ്പോൾ പാണ്ഡ്യാമണിയും ആൾക്കാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ നാട്ടിൽ മൊത്തം ശല്യം എന്നാൽ ഇവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നുള്ളതാണ്. എല്ലാവർക്കും ഉപദ്രവം. പാണ്ഡ്യാമണി ഈ ആൾക്കാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം ഞാൻ തന്നെ പഠിച്ചു, ഞാൻ എല്ലാവരെയും ഉപദ്രവിച്ചു, എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇപ്പം ഞാനിതിനകത്തെല്ലാം പശ്ചാത്തപിക്കുന്നു. ഒരു കാര്യം ചെയ്യണം, ഞാൻ ഈ ചെയ്ത പാവമെല്ലാം തീരാൻ വേണ്ടി ഞാൻ മരിച്ചു കഴിയുമ്പം എൻ്റെ ആസനത്തിൽ ഒരു ആപ്പ് അടിച്ച് കയറ്റിയേക്കണം. നിങ്ങൾ നല്ലവരാണെന്ന് എനിക്കറിയാം, മനസ്സിലല്ലേ നാട്ടെ, നിങ്ങൾ നല്ലവരായി. ഞാൻ മഹാഭാവി, പക്ഷേ ഇതെല്ലാം തിരിച്ചറിഞ്ഞത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മരിക്കുമ്പോൾ ഒരു ആസനത്തിൽ ഒരു ആപ്പ് അടിച്ച് അപ്പം നമ്മുടെ ഈ സുജോതിക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് കഴിഞ്ഞു. പാണ്ഡ്യാമണി കുറേ ആൾ കഴിഞ്ഞപ്പോൾ ചത്തു. അപ്പം എല്ലാവരും വിചാരിച്ചു ദുഷ്ടതയൊക്കെ ചെയ്തെങ്കിൽ എല്ലാം പശ്ചാത്താപം. മനുഷ്യൻ പശ്ചാത്തപിക്കുന്നതിനെക്കാട്ടിലല്ല തിരിച്ചറിയുന്നതിനെക്കാട്ടി വലിയ കാര്യമുണ്ടാകും. അപ്പോൾ അവൻ്റെ പാവമെല്ലാം പോകാൻ വേണ്ടി നമ്മളെ കൊണ്ടുവെക്കുന്നു, അവൻ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊരു അലവിൻ്റെ ആളൊക്കെ ഉണ്ടാക്കി നല്ല സുന്ദരൻ ഒരു അലവിൽ നമ്മൾ ഈ പാക്കൊക്കെ പഠിക്കുന്നത് അതായത് മിക്കവാറും ഈ ആപ്പിൽ ഉപയോഗിക്കുന്നു സാധനം ആല് കട്ടികൾ ഇത് അടിച്ച് ആസനത്തിലും കയറ്റി. അപ്പം പിന്നെ പോലീസ് വന്നന്വേഷിച്ചപ്പോൾ ഒരുത്തൻ ചത്ത് കിടക്കുന്നു, അവൻ്റെ ആസനത്തിൽ പിടിച്ച് കയറ്റിയിരിക്കുന്നു. തീർന്നില്ലയോ? അവൻ്റെ മരണം സ്വാഭാവിക മരണമാണോ? അല്ല, ആസനത്തിൽ പിടിച്ച് മരിച്ചു. ഈ ആസനത്തിൽ പിടിച്ചോ മൊത്തം പ്രതിയായി, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ തൂങ്ങുക. ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നപ്പോഴും ശല്യം, ചത്തപ്പോഴും ശല്യം എന്ന് പറഞ്ഞാൽ പപ്പൻ ഇപ്പം അവസാനം ഒരു അടിച്ച് കയറ്റിച്ചാണ് പോയേക്കുന്നത്. ഞാനിതൊക്കെ ചെയ്തു, കാര്യമൊക്കെ ശരിയാ, വേറെ ചിലരൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അവിടുന്ന് ഒരു ലെറ്റർ ദേവസ്വം ബോർഡിലോട്ട് വന്നായിരുന്നു. അപ്പോൾ അടുത്തത് അങ്ങോട്ടങ്ങോട്ട് പോട്ടെ, അതായത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നല്ലോ അന്ന് മന്ത്രി. അപ്പം ഞാൻ മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനൂടെ വരട്ടെ. ഇനി അയാളെ അകത്തോട്ട് വെച്ചിട്ട് ഇന്ന് കസ്റ്റഡി മേടിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്ന എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയാമോ? പിണറായി വിജയനിലേക്ക് ചെയ്യുമോ? കടകംപള്ളി ഇതിനകത്താണോ കിങ് പിൻ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുമ്പോൾ, മാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ കിങ് പിന്നായിട്ടുള്ള ആൾക്കാരൊന്ന് ഒതുങ്ങും. അതൊരു തന്ത്രമാണ്. കിട്ടി ഇനിയിപ്പം നമ്മുടെ പുറകെ വരത്തില്ല. അന്നേരം അദ്ദേഹം മാത്രമല്ല ഇങ്ങനെയുള്ള സാധനത്തിനെ വിടും. പപ്പനെ ഇത്രയും ദിവസം വിട്ടതെന്തിനാണെന്നറിയോ? വലിയ ഇതിനകത്തില്ല, പപ്പനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് എന്നോട് പറയണത്. അപ്പം ഇതിനുശേഷം നിരീക്ഷണം വെക്കും. ഇയാൾ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ ഫോൺ ചെയ്യുന്നു, ഇവിടുന്ന് വിളിക്കത്തില്ല, എന്തോലും അയാളുടെ ഫോണിൽ നിന്ന് വിളിക്കത്തില്ല. നിരീക്ഷണം വെച്ചിട്ട് അത് മൊത്തം പിടിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശരിയായ വഴിക്കാണ് പോകുന്നതെങ്കിൽ ഇതിന് ശേഷം ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മൾ പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും കോടതിക്കുമുള്ള സംശയം എന്ന് പറഞ്ഞാൽ 4.5 കിലോ സ്വർണ്ണത്തിന് വേണ്ടി പപ്പനെ പോലൊരു രാഷ്ട്രീയ നേതാവ്, കാരണം 4.5 കിലോയോ 40 കോടിയോ ഒക്കെ അടിച്ചു മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ വലിയ വലുപ്പത്തിൽ ഈ 4.5 കോടി വിലയിൽ തീരുന്നതല്ലല്ലോ അവർ ഇത്രയും നാളും കൊണ്ട് ഉണ്ടാക്കിയ രാഷ്ട്രീയം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഭാവി. അപ്പോൾ അതിന് നിന്ന് കൊടുക്കുന്ന അവസ്ഥയിൽ ഇത് കടൽ കടത്തിയോ, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ കൊള്ളയുണ്ടോ, ഇതിനകത്ത് ഗൂഢാലോചന വേറെ വലുപ്പത്തിലാണോ, വാതിൽപ്പടിയും ദംശവടിയും എന്തുവാ ദ്വാരപാല ശില്പത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അന്വേഷണമാണ്. അതായത് ഇത് മറിച്ചു കൊടുത്തെങ്കിൽ കോടികൾ കിട്ടും, മോഹവല, ആ രീതിയിലേക്ക് അന്വേഷണം പോകും. പിന്നെ പപ്പനെ ഇതിനകത്ത് വലിയൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പപ്പൻ്റെ അഴിമതി പിണറായി വിജയൻ അറിയാമായിരുന്നു. ഇത് അറിയിച്ചിരുന്ന ആൾ വാസുവായിരുന്നു. വാസു സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ചിലതിനകത്ത് പെട്ടുപോയാൽ കൂട്ടുപ്രതിയായി പോകില്ല, അങ്ങനെ പെട്ടിട്ടുള്ള ഒരാളാണെന്നാണ് നമുക്ക് അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ബാക്കിയെല്ലാം കള്ളന്മാരാണ്. പിടിച്ചതിനേക്കാൾ ഏറ്റവും അവസാനം പിടിച്ചാണ് ഇതിൻ്റെ തല, ഇപ്പം നമ്മൾ കണ്ടേക്കുന്ന തല. ഇനി അതിനും അപ്പുറത്ത് ഒരു തലയുണ്ടോ? ഇത് ഒരു പക്ഷേ പിണറായി വിജയൻ അറിവുള്ളതായിരുന്നു. പിണറായി വിജയനെ കുറ്റം പറയാൻ പറ്റില്ല. ആദ്യം ഈ പ്രീത പറഞ്ഞത് എന്ത് വന്നാലും അയാളുടെ തലയിൽ കൂടെ ആവുന്നത്, അയാൾ പാർട്ടിയുടെ നേതാവാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. എന്ത് വന്നാലും അയാളുടെ തലയിൽ വരും. മാത്രമല്ല നാളെ കാലത്ത് ഈ പപ്പനൊരു പ്രശ്നം വന്ന് പപ്പൻ 4 കോടി 5 കോടി 6 കോടി രൂപ പപ്പൻ പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ അഴിമതി കാണിച്ചെന്ന് റിപ്പോർട്ട് വന്നത് AKG സെൻറ്ററിൽ പിടിച്ചു വെച്ചതായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയത്തില്ല. അതെല്ലാം വാസുവാണെന്ന് അറിയിച്ചിരുന്നു.
ആണ് വാസുവിനെ പിന്നെ ഏൽപ്പിച്ച്. ഇപ്പോൾ ജയകുമാറിനെ ഏൽപ്പിച്ചിട്ട്, സത്യസന്ധനായ ജയകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാസുവിനെ ഏൽപ്പിച്ചു. കാരണം വാസു നമുക്കറിയത്തില്ല, അറിയാവുന്നിടത്തോളം വാസുവിനെ ഏൽപ്പിച്ചിടത്തൊന്നും വാസുവിനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വാസു കള്ളത്തരങ്ങൾ പിടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. നേരത്തെ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനകത്ത് നിന്ന് ഒരു പാത്രക്കള്ളിനെ പിടിച്ചു. എല്ലാ സീസൺ വരുമ്പോഴും 1.5 കോടി രൂപയുടെ പാത്രം മേടിക്കും. പാത്രം മേടിക്കുന്നതായിട്ട് റെക്കോർഡേ ഉള്ളൂ. പാത്രം പഴയ പാത്രം തന്നെ ഉണ്ടായിരിക്കും. അവനെ പിടിച്ച് വാസു വന്നകത്തിട്ടുക. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം പിണറായിക്ക് അറിയാമായിരുന്നു. പക്ഷേ പിണറായിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇത് വെളിയിലിറങ്ങിയ ആരുടെ ഊന്നുകുത്തി മണപ്പിക്കുന്നതല്ല. CPM നോമിനിയല്ലേ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, പിണറായിയുടെ അടുത്ത ആളല്ലേ. അപ്പം പപ്പൻ്റെ കാര്യം പിണറായിക്ക് വെളിയിൽ പറയാൻ പറ്റില്ല. പപ്പൻ അതുകൊണ്ടത് ഒതുക്കിയായിരുന്നു അവിടെ. അപ്പം മനസ്സിലായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം അന്നറിയാമായിരുന്നു എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. പാസ്ത്രമല്ലേ, നമ്മളെല്ലാം വിചാരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ള എങ്ങനെയാണ് വെളിയിൽ വന്നത്? നിങ്ങളാരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇത് ആരും അറിയാമായിരുന്നു സാധനം എങ്ങനെയാണ് വെളിയിൽ വന്നത്? എന്തിനാ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇരുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് മുൻ ഭാഗമായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണല്ലോ പരാതി കൊടുത്ത കോടതിയിൽ? അതെന്തോ അന്നേരമാണ് പുള്ളിക്ക് വെളിവ് വീണ്. അപ്പം ഇതിനകത്ത് എന്തോ ഒരു ഉണ്ട്, മനസ്സിലായി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു പീഠം പോയെന്ന് പറയുന്നു. കളിച്ച കളി തിരിഞ്ഞു വിടുമോ, മറിഞ്ഞടിഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചോ കളി പോയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെ സംശയമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കളിച്ച കളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിനയായോ, ആ കളിപ്പിച്ച ആൾക്കുള്ള കളി പോയില്ലയോ? പിന്നെ ഈ അന്വേഷണം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്ലെങ്കിൽ കോടതി ഇടപെട്ടത് പിണറായി വിജയന് വിനയായി, എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലേക്കാണ് ഇതിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് വരുന്നൊരവസ്ഥ. ഇനിയും ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവരത് കൃത്യമായിട്ട് വാസുവിനെ പിടിച്ചപ്പോൾ പോലും പപ്പൻ്റെ കാര്യം കോടതിയിൽ മാത്രം വ്യക്തത വരുത്തി കൊടുത്തു. പപ്പൻ ഇത്രയും വലിയൊരു ഗൂഢാലോചനക്കാരനാണെന്നും പപ്പൻ്റെ നിലവറയിൽ ഇത്രയും കൊള്ള നടന്നെന്നും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇരിപ്പുണ്ടെന്നും ഒന്നും വെളിയിൽ പറയാത്ത ഒരു രീതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവലംബിച്ചത്. അതേപോലെ തന്നെയായിരിക്കും ഒരുപക്ഷെ കടകംപള്ളിയിലേക്കും അതിനുശേഷം എല്ലാവരും നോക്കിയിരിക്കുന്ന പിണറായി വിജയനിലേക്കും ഉള്ള ഈ പോക്ക് ഒരുപക്ഷെ SITയുടേത് എന്ന് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.